സദൃശവാക്യ പുസ്തകത്തിൻ്റെ പഠനത്തിൽ വ്യാപൃതരായിരിക്കുന്ന നാം ഇന്ന് അല്പസമയം ഒരുമിച്ച് ചിന്തിക്കുവാനും ധ്യാനിക്കുവാനുമായി സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യത്തിലേക്ക് നമ്മുടെ ശ്രദ്ധയെ തിരിക്കാം. ബഹുനിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവ ഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നല്ലത്. വളരെ പരിചിതമായ ഒരു യാഥാർത്ഥ്യമാണ് സദൃശവാക്യക്കാരൻ മുൻവയ്ക്കുന്നത്. നിറയെ പണം, കഷ്ടത, ആവശ്യത്തിന് പണം, സംതൃപ്തി. ഏത് തിരഞ്ഞെടുക്കും എന്ന് ചോദിച്ചാൽ എന്താവും നമ്മുടെ തിരഞ്ഞെടുപ്പ്? ധനികനായ ഒരു വ്യവസായി ഒരിക്കൽ ഒരു ചെറിയ മീൻപിടുത്തക്കാരുടെ ഗ്രാമത്തിൽ തൻ്റെ അവധിക്കാലം ആസ്വദിക്കുവാനായി പോയി. ഏകദേശം മധ്യാഹ്നത്തോടടുത്ത സമയത്ത് ഒരു മീൻപിടുത്തക്കാരൻ തൻ്റെ ബോട്ടിൽ വിശ്രമിക്കുന്നത് അദ്ദേഹം ശ്രദ്ധിച്ചു. വ്യവസായി ആ മീൻപിടുത്തക്കാരനോട് പറഞ്ഞു, നിനക്ക് അല്പം കൂടി മീൻ പിടിക്കുവാൻ പൊയ്ക്കൂടെയോ? അവൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണ്? എൻ്റെ കുടുംബത്തിന് ഇന്നത്തെ ഭക്ഷണത്തിന് ആവശ്യമായതും ഇന്നത്തെ ചെലവുകൾക്ക് ആവശ്യമായത് ഞാൻ പോയി മീൻ പിടിച്ച് ലഭിച്ചു കഴിഞ്ഞു. എൻ്റെ കുഞ്ഞുങ്ങൾ വരുന്നത് കാത്തിരിക്കുകയാണ്. അവർ വന്നതിന് ശേഷം ഒരുമിച്ച് അവരോട് കൂടെ സമയം ചെലവഴിക്കുകയും വിശ്രമിക്കുകയും ഉല്ലസിക്കുകയും ആഹ്ലാദിക്കുകയും ചെയ്യും. വ്യവസായി പറഞ്ഞു, അങ്ങനെയല്ല, അല്പം കൂടി നീ അധ്വാനിച്ചാൽ നിനക്ക് കൂടുതൽ മീൻ കിട്ടും, കൂടുതൽ പണം കിട്ടും, വീണ്ടും ഒരു ബോട്ട് വാങ്ങാനാകും. ഒരു മത്സ്യ വ്യവസായ ശൃംഖല തന്നെ ഒരു നാൾ നിനക്ക് പടുത്തുയർത്തുവാൻ കഴിയും. മീൻപിടുത്തക്കാരൻ ചോദിച്ചു, എന്തിനു വേണ്ടിയാണിത്? അയാൾ പറഞ്ഞു, ഇതെല്ലാം പടുത്തുയർത്തിയതിനു ശേഷം വിശ്രമിക്കാം, ജീവിതം ആസ്വദിക്കാം. ആ മീൻപിടുത്തക്കാരൻ്റെ മറുപടി ശ്രദ്ധേയമായിരുന്നു. ഇതൊന്നുമില്ലാതെ തന്നെ ഞാൻ ഇപ്പോൾ എൻ്റെ ദൈവത്തിൻ്റെ കൃപയാൽ ജീവിതം ആസ്വദിക്കുകയാണല്ലോ, എൻ്റെ ജീവിത പങ്കാളിയുമായി ആനന്ദത്തിൽ ജീവിക്കുകയാണല്ലോ, എൻ്റെ മക്കളുമായി സന്തോഷത്തിൽ ജീവിക്കുകയാണല്ലോ, ദൈവ സാന്നിധ്യത്തിൽ ഞാൻ ഉല്ലസിക്കുകയാണല്ലോ. പിന്നെ എന്തിനു വേണ്ടിയാണ് എനിക്കിതൊക്കെയും? ധനികൻ തൻ്റെ ജീവിതത്തിലെ ശൂന്യതയെക്കുറിച്ച് ചിന്തിച്ചുപോയി എന്ന് പറഞ്ഞ് കഥാകൃത്ത് ഈ അനുഭവം അവിടെ അവസാനിപ്പിക്കുകയാണ്. വളരെ ശ്രദ്ധേയമായ ചില ചിന്തകളാണ് സദൃശവാക്യത്തിലെ ജ്ഞാനി നമ്മുടെ മുമ്പാകെ മുൻവയ്ക്കുന്നത്. ഒരു വ്യക്തിക്ക് ദൈവഭക്തിയോടുകൂടെ അല്പധനത്തിൽ സമാധാനത്തോടെ ജീവിക്കുവാൻ കഴിയും. എന്നാൽ ദൈവഭയമില്ലാത്ത, ദൈവഭക്തിയില്ലാത്ത ഒരു വ്യക്തിക്ക് എത്ര സമ്പത്തുണ്ടായാലും ആ സമ്പത്തിൻ്റെ പൂർണ്ണ ആസ്വാദനം സാധ്യമാവുകയില്ല. എന്താണ് സമ്പത്ത് ഉള്ളയാൾക്ക് കഷ്ടതയുണ്ടാകുന്നു എന്ന് പറയുവാനായിട്ട് കാരണം? അതൊരു പക്ഷേ രോഗദുരിതങ്ങളെക്കുറിച്ചോ ജീവിത വ്യാകുലതകളെക്കുറിച്ചോ മാത്രമല്ല. സമ്പത്ത്, ദൈവഭയം എന്നിവയുമായി എങ്ങനെ ബന്ധപ്പെട്ടിരിക്കുന്നു? ദൈവഭയമുള്ളിടത്ത് സമ്പത്ത് എങ്ങനെ വിനിയോഗിക്കപ്പെടുന്നു എന്നത് നാം ധ്യാനിക്കേണ്ടുന്ന ഒരു ചോദ്യമാണ്. പക്ഷേ എത്ര വലുതോ എത്ര ചെറുതോ ആയാലും ശരി, ദൈവഭക്തിയുള്ള ഒരു ഭവനത്തിൽ ആ സമ്പത്ത് നേരായ വഴിയിലൂടെ മാത്രം വന്ന സമ്പത്താണ്. അത് മറ്റുള്ളവരുടെ കണ്ണുനീരിന് കാരണമാകാത്ത സമ്പത്താണ്. അത് രക്തക്കറ പുരളാത്ത, കണ്ണുനീർ കറ പുരളാത്ത സമ്പത്താണ്. സമാധാനത്തിനും സന്തോഷത്തിനും വിലങ്ങുതടിയാകാത്ത സമ്പത്താണ്. കഷ്ടതയും ഭക്തിയും വ്യത്യസ്ത അനുഭവങ്ങളാണ് എന്ന്
മനസ്സിലാക്കുന്ന ഇടത്തിലെ സമ്പത്താണ്. ധാരാളം സമ്പത്ത് ജീവിതം കഷ്ടത മാത്രം, നിരാശ മാത്രം, അല്പ ആഹ്ലാദവും ആശങ്കകളും നിറഞ്ഞ സമ്പന്നന്റെ ജീവിതം. ധനികനായൊരു മനുഷ്യൻ സർവ്വതുമുണ്ട്, പക്ഷേ ഉറങ്ങുവാൻ കഴിയാത്ത അവസ്ഥ. ബന്ധങ്ങളിലെ വിള്ളലുകളിൽ വേദനിക്കുന്ന അവസ്ഥ, ആശങ്കയിലായിരിക്കുന്ന അവസ്ഥ. അങ്ങനെ അവൻ വേദനയോടെ തൻ്റെ ഇരിപ്പുമുറിയിൽ വിശ്രമിക്കുമ്പോൾ ആ മുറി വൃത്തിയാക്കുവാൻ വന്ന ജോലിക്കാരൻ, ഒരു മധ്യവയസ്കൻ, ഒരു പുഞ്ചിരി ആ മുഖത്തുണ്ട്, മൂളിപ്പാട്ട് പാടിയാണ് തൂത്തുകൊണ്ടിരിക്കുന്നത്. ധനികൻ അവനോട് ചോദിച്ചു, എന്താണ് ഇത്ര സന്തോഷത്തോടെ മൂളിപ്പാട്ട് പാടി നീ ഇന്ന് വൈകുന്നേരം ജോലി ചെയ്യുന്നത്? അവൻ പറഞ്ഞു, ഇന്ന് മാത്രമല്ല, എൻ്റെ ഉള്ളിൽ ദൈവസ്നേഹം നിറഞ്ഞൊഴുകുമ്പോൾ എങ്ങനെ സ്തുതിക്കാതിരിക്കും, എങ്ങനെ സന്തോഷിക്കാതിരിക്കും? ദൈവം എനിക്ക് തന്ന അനുഗ്രഹങ്ങൾ, ഈ വലിയ ഭവനത്തിൽ ജോലി ചെയ്യാനിടണം, ഭക്ഷണം, എൻ്റെ കുടുംബത്തെ പോറ്റുവാൻ കഴിയുന്ന അവസ്ഥ, എണ്ണി എണ്ണി സ്തുതിപ്പാനായി എണ്ണമില്ലാത്ത നന്മകളാൽ ദൈവം എന്നെ അനുഗ്രഹിക്കുമ്പോൾ, ആ ദൈവസ്നേഹം എൻ്റെ ഉള്ളിൽ നിറയുമ്പോൾ എങ്ങനെ സന്തോഷിക്കാതിരിക്കും? സ്നേഹിതരെ, ആധുനികൻ അന്ന് തൻ്റെ ഹൃദയത്തിലെ ശൂന്യത തിരിച്ചറിഞ്ഞു എന്നാണ് നാം വായിക്കുന്നത്. യഹോവ ഭക്തി അതുകൊണ്ട് തന്നെ സമ്പത്തിനേക്കാൾ അമൂല്യമായത് എന്ന് നാം തിരിച്ചറിയുന്നു. സമ്പത്ത് അത് നശ്വരമായതാണ്. സങ്കീർത്തനക്കാരൻ പറയുകയാണ്, സമ്പത്തോ കഴുകനെപ്പോൽ പറന്നുയരും. അത് ഒരു നിമിഷം കൊണ്ട് സർവം നഷ്ടപ്പെട്ടു പോയ എത്രയോ പേരുടെ അവസ്ഥ നമുക്കറിയാം. വലിയ വരുമാനമുണ്ടായിരുന്നവർ, വലിയ സാമ്പത്തിക സാമ്രാജ്യങ്ങൾ ഉണ്ടായിരുന്നവർ ആരുമല്ലാത്തവരായി തീർന്ന് തകർന്നു പോയതും, ഒന്നുമല്ലാത്തവർ സമ്പന്നന്റെ സിംഹാസനങ്ങളിൽ ചെന്നെത്തിയതും നമുക്കറിയാം. നേടിയതൊന്നും ആർക്കും കൊടുക്കുവാൻ കഴിയാതെ നഷ്ടപ്പെട്ടു പോയ ഒരുപാട് പേരുടെ ജീവിതം നമുക്കറിയാം. സ്വർഗത്തിലെ സമ്പാദ്യം, സ്വർഗത്തിലെ നിക്ഷേപം, അത് പക്ഷേ വ്യത്യസ്തമാണ്. ആർക്കും കവർന്നെടുക്കുവാൻ കഴിയാത്തതോ കള്ളന്മാരോ തുരുമ്പോ കടക്കുവാൻ കഴിയാത്തതോ ആയ അവസ്ഥയുടെ അനുഭവം. യഹോവ ഭക്തി അതുകൊണ്ട് തന്നെ സമ്പത്തിനേക്കാൾ അമൂല്യം എന്ന് നാം തിരിച്ചറിയുന്നു. ഈ സദൃശവാക്യത്തെ നാം തിരിച്ചറിയുമ്പോൾ ദൈവഭക്തിയുള്ളവർക്ക് ദൈവം നൽകുന്ന ഒരു സമാധാനമുണ്ട്. ദൈവഭക്തിയുള്ളവർക്ക് ദൈവം നൽകുന്ന ഒരു സാന്ത്വനമുണ്ട്. ഈ സന്തോഷവും ഈ സമാധാനവും ഈ സാന്ത്വനവും എത്ര സമ്പത്തുണ്ടായാലും നമുക്ക് ലഭിക്കുവാനായിട്ട് കഴിയുകയില്ല. ഒരുപക്ഷെ ഒരുപാട് ആസ്തി ഉണ്ടായാലും, ചാക്കുകൾ നിറയുന്ന സമ്പത്ത് നമുക്കുണ്ടായാലും സന്തോഷത്തെ വിലയ്ക്ക് വാങ്ങാനാകില്ല, സമാധാനത്തെ വിലയ്ക്ക് വാങ്ങാനാകില്ല, കുടുംബത്തിലെ സംതൃപ്തി വിലയ്ക്ക് വാങ്ങാനാകില്ല. അതുകൊണ്ടാണ് എത്ര സമ്പത്തുണ്ടായിട്ടും കഷ്ടതയിൽ ജീവിക്കുന്നതിനേക്കാൾ ദൈവഭക്തിയോടുകൂടെ അല്പധനവുമായി ജീവിക്കുന്നത് ഉചിതം എന്ന് ഞാനീ ഓർമ്മപ്പെടുത്തുന്നത്. സമ്പത്തിൻ്റെ മറ്റൊരു പ്രത്യേകത, എപ്പോഴും അത് അല്പം കൂടെ അല്പം കൂടെ അല്പം കൂടെ എന്ന് നമ്മുടെ ഉള്ളിൽ പറഞ്ഞുകൊണ്ടിരിക്കും. മനുഷ്യ സ്വഭാവം അങ്ങനെയാണ്. അത് വളരെ വളരെ വ്യക്തമായി തൃപ്തി നൽകുന്നതിന് തടസ്സമായി നിൽക്കുകയാണ്. എങ്ങനെ കൂടുതൽ നേടാം? ജീവിതത്തിൽ ആവശ്യമായതൊക്കെയും ഉണ്ടെങ്കിലും, സമാധാനത്തോടെ സന്തോഷത്തോടെ ജീവിക്കുവാൻ ആവശ്യമായ സർവ്വതുമുണ്ടെങ്കിലും എങ്ങനെ കൂടുതൽ നേടാം? ആ ആർത്തി, അത്യാഗ്രഹം, അത് പറഞ്ഞറിയിക്കുവാൻ കഴിയാതെ വണ്ണം പ്രത്യാഘാതങ്ങൾ ഉണ്ടാക്കുന്നതാണ്. ഒരുപക്ഷെ താൽക്കാലികമായി അഴിമതിയിലൂടെ നേടുന്ന സമ്പത്ത്, അന്യായ മാർഗങ്ങളിലൂടെ നേടുന്ന സമ്പത്ത്, മറ്റുള്ളവരെ ചതിച്ചു നേടുന്ന സമ്പത്ത്, ആ സമ്പത്ത് തന്നെ ഒരുപക്ഷെ സുരക്ഷിതനാക്കും എന്ന് കരുതിയാലും ആ സമ്പത്ത്
വേദനയിൽ മാത്രമേ കലാശിക്കുള്ളൂ എന്നും ദൈവത്തെ മറന്നുള്ള ജീവിതം നങ്കൂരമില്ലാത്ത കപ്പൽ പോലെയാണ് എന്നും നാം തിരിച്ചറിയണം. കടലിന്റെ സാന്ദ്രതയുടെ മധ്യേ ദൂരക്കാഴ്ചകൾ ആസ്വദിച്ചു പോകുന്നിടത്ത് ഒരു കൊടുങ്കാറ്റടിച്ചാൽ കപ്പലിന് നങ്കൂരമിടേണ്ട ഒരവസ്ഥയിലേക്ക് കടന്നു ചെന്നാൽ ഭക്തി എന്ന നങ്കൂരമില്ലാത്തിടത്ത് ആ കപ്പൽ ആടി ഉലഞ്ഞ് തകരുന്നത് നമുക്ക് കാണുവാനായിട്ട് കഴിയും. അതുകൊണ്ട് തന്നെയാണ് മഹാധനം, ഈ മഹാധനത്തോട് ചേർന്ന് കഷ്ടത എന്ന യാഥാർത്ഥ്യത്തെ ജ്ഞാനി വരച്ചു കാട്ടുന്നതും. ദൈവഭക്തി ഉള്ളിടത്ത് കഷ്ടതയില്ല എന്ന് ജ്ഞാനി അവിടെ പറയുന്നില്ല. പക്ഷെ ആ കഷ്ടതയെ ശരിയായ രീതിയിൽ മനസ്സിലാക്കാനും കഷ്ടങ്ങൾ സാരമില്ല എന്ന് പറഞ്ഞ് കഷ്ടതയെ വിശ്വാസത്തോടും പ്രത്യാശയും കൂടി നേരിടുവാൻ ദൈവഭക്തി ഉള്ളിടത്ത് കഴിയുന്നു എന്നതാണ് വ്യത്യാസം. ഇവിടെ നാം സ്വയം ചോദിക്കേണ്ടുന്ന ഒരു ചോദ്യമുണ്ട്. എവിടെയാണ് അല്ലെങ്കിൽ എന്താണ് ജ്ഞാനി മുൻവെക്കുന്നതായിട്ടുള്ള അന്തസത്ത? ധനികന്റെ ജീവിതത്തിൽ, മഹാധനികന്റെ ജീവിതത്തിൽ കഷ്ടത വരുവാനുള്ള സാധ്യതകൾ എന്തെല്ലാമാണ്? വളരെ ശ്രദ്ധേയമായൊരു ചോദ്യമാണത്. തനിക്കുള്ള സമ്പത്തെല്ലാം നഷ്ടപ്പെട്ടു പോകുമോ എന്ന ഭയം, പറഞ്ഞറിയിക്കാൻ കഴിയാത്ത ഒരാശങ്കയായി അനേകരുടെ, പ്രത്യേകിച്ച് ധനികരുടെ ഉള്ളിൽ വാഴുന്ന അവസ്ഥയാണ്. തൻ്റെ ചുറ്റുമുള്ള കൂട്ടുകാരോടൊപ്പം ജീവിതം ആസ്വദിക്കുന്നതിന് പകരം പലപ്പോഴും തൻ്റെ സൗഹൃദ വലയത്തിൽ ഉള്ളവരുടെ ഉദ്ദേശശുദ്ധിയെപ്പോലും സംശയിക്കുന്ന അവസ്ഥയിലാണ് ചില ധനികർ. ഒരു തരത്തിലുള്ള ആശങ്ക, ബന്ധങ്ങളിലെ ആശങ്ക, അത് കുടുംബങ്ങൾ പോലും പ്രതിഫലിക്കുന്നു. സമ്പത്തിന് പിന്നാലെ അലഞ്ഞ് ജീവിത പങ്കാളിയുമായി സമയം പോലും ചിലവഴിക്കുവാൻ കഴിയാത്ത എത്രയോ പേർ, ഒരുമിച്ചുള്ള സാമീപ്യം ആസ്വദിക്കുവാൻ കഴിയാത്ത എത്രയോ പേർ, മക്കളോടുള്ള ഉത്തരവാദിത്വം മറന്നുപോകുന്ന എത്രയോ പേർ, ജീവിക്കുവാൻ മറന്നുപോകുന്ന എത്രയോ പേർ, ബന്ധങ്ങൾ നഷ്ടമാക്കുന്നത് എത്രയോ പേർ. വേദപുസ്തകത്തിൽ പറയുന്നു, ഒരു മനുഷ്യൻ സർവ്വലോകവും നേടിയിട്ടും തൻ്റെ ആത്മാവിനെ നഷ്ടമാക്കിയാൽ എന്ത് പ്രയോജനം? അതിന് തതുല്യമായ ചോദ്യമാണ് ഒരു വ്യക്തി സർവം നേടിയിട്ടും തൻ്റെ ജീവിത പങ്കാളിയെ നഷ്ടമാക്കിയാലോ, സർവം നേടിയിട്ടും മാതാപിതാക്കളെ നഷ്ടമാക്കിയാലോ, സർവം നേടിയിട്ടും മക്കളെ നഷ്ടമാക്കിയാലോ, സർവം നേടിയിട്ടും ജീവിതം തന്നെ നഷ്ടമാക്കിയാലോ? വളരെ ശ്രദ്ധേയമായി മഹാധനികൻ കഷ്ടതയിൽ ജീവിക്കുന്നതിനേക്കാൾ ദാരിദ്ര്യത്തിൻ്റെ, ഞാൻ പറയുന്നത് ദാരിദ്ര്യം എന്ന വാക്കല്ല, അല്പം ആവശ്യത്തിനുള്ള ധനത്തോട് ചേർന്ന് ദൈവഭക്തിയിൽ ജീവിക്കുന്നത് ഉചിതം എന്നാണ്. തൻ്റെ ജീവിതത്തെ തന്നെ, തൻ്റെ മക്കളുടെ ജീവിതത്തെ തന്നെ ആശങ്കയോടെ കാണുന്ന ധനികർ, അവർക്ക് ചുറ്റും സുരക്ഷാ വലയം ഒരുക്കുവാൻ തന്നെ എത്രയോ എത്രയോ ലക്ഷങ്ങൾ ചിലവാക്കുന്നു എന്ന് നാം വായിക്കാറുണ്ട്. ലോകത്തിലെ ഏറ്റവും സമ്പന്നനാണ്, പക്ഷെ അവൻ്റെ സമ്പത്തിൻ്റെ ഒരു വലിയ പങ്കും ചിലവഴിക്കുന്നത് അവന് തന്നെ സുരക്ഷിത ഒരുക്കുവാനാണ്. അവന് തട്ടിക്കൊണ്ടു പോകാതിരിക്കുവാനായി, അവനുള്ളവരെ തട്ടിക്കൊണ്ടു പോകാനിരിക്കുവാനായി, മോഷ്ടിക്കപ്പെടാനിരിക്കാനായി, ആധുനിക ലോകത്തിലെ പുതിയ സ്കാമുകളിൽ ചെന്നുപെടാതിരിക്കാനായി, സൈബർ ലോകത്തിലെ പ്രതിസന്ധികൾ ചെന്നുപെടാതിരിക്കാനായി എന്തെല്ലാം ആശങ്കകളാണ് ജീവിതങ്ങളിൽ ഉണ്ടാകുന്നത്. എന്നാൽ നാം അടുത്ത് സംസാരിക്കുന്ന ധനികരായ നമ്മുടെ സുഹൃത്തുക്കൾ നേരിടുന്ന മറ്റൊരു പച്ചയായ യാഥാർത്ഥ്യമാണ് ഏകാന്തത. എത്ര പണമുണ്ടെങ്കിലും പണത്തിന് ആരോഗ്യത്തെ വാങ്ങുവാനാകില്ല, പ്രത്യേകിച്ച് മാനസിക ആരോഗ്യത്തെ, വൈകാരിക ആരോഗ്യത്തെ. എത്ര പണമുണ്ടായാലും നാം പ്രായം ചെല്ലുന്നത് തടയാനാകാത്ത യാഥാർത്ഥ്യം. തൻ്റെ സമ്പത്തിനെല്ലാം എന്ത് സംഭവിക്കും എന്ന ആശങ്ക, മക്കൾ അതിൽ താല്പര്യമില്ലാത്തവർ ഒരു വശത്ത്, മക്കൾ അതിനെ വിവേകശൂന്യമായി ചിലവഴിക്കുന്നത് മറുവശത്ത്,
ലോകത്തിൽ മത്സരബുദ്ധിയുടെ മധ്യേ താനും ആരുമല്ലാതായി പോകുമോ എന്ന ആശങ്ക, വരാനിരിക്കുന്ന ഭാവിയെക്കുറിച്ച്, നാളെയെക്കുറിച്ചുള്ള ആശങ്ക, ഇത്രയൊക്കെ ഉണ്ടായിട്ടും സന്തോഷം നേടുവാൻ കഴിയുന്നില്ല, സമാധാനം നേടുവാൻ കഴിയുന്നില്ല എന്ന ആശങ്ക, എന്നെക്കുറിച്ച് ദൈവത്തിന് പ്രതീക്ഷകളോ സ്വപ്നങ്ങളോ ഉണ്ടോ എന്ന് പോലും ചിന്തിക്കുവാൻ കഴിയാത്ത അവസ്ഥയിൽ ജീവിക്കുന്നവരുടെ ആശങ്ക, ഇതൊക്കെ ജീവിതത്തെ പ്രതിസന്ധിയുടെ അനുഭവത്തിലേക്ക് കൊണ്ടുചെന്ന് എത്തിക്കുന്ന അനുഭവമാണ്. നമുക്കൊക്കെയും പരിചിതമായ വേദപുസ്തകത്തിലെ ഒരു ഉപമ കർത്താവായ യേശുക്രിസ്തു പറഞ്ഞത് നഷ്ടപ്പെട്ടു പോയ മകന്റെ അനുഭവമാണ്. മഹാസമ്പത്തുള്ള ഒരു കുടുംബത്തിൻ്റെ ചിത്രമാണ് അവിടെ നാം കാണുന്നത്. പക്ഷേ ആ കുടുംബത്തിൽ സമാധാനവും സന്തോഷവും നഷ്ടപ്പെട്ടു പോയത് എവിടെയാണ്? എനിക്കുള്ളത് എനിക്ക് തരണമേ എന്ന് പറഞ്ഞ് ഇളയവൻ ദൂരേക്ക് പോകുവാൻ ഒരുങ്ങുമ്പോഴാണ് തൻ്റെ കുടുംബത്തിൻ്റെ സന്തോഷത്തിൻ്റെ പ്രതീകമായ കൂട്ടായ്മ, എല്ലാം നമ്മുടേത് എന്ന് കരുതിയിരുന്ന അവസ്ഥ, അതിൽ നിന്ന് സ്വാർത്ഥതയുടെ പദങ്ങളുണ്ടായി. എനിക്കുള്ളത് എനിക്ക് തരണമെന്ന് പറഞ്ഞ് അതൊക്കെയും വാങ്ങി വിറ്റ് ദൂരേക്ക് പോകുന്ന ഒരു മകൻ. ആ ദൂരമാണ് സമ്പന്നന്റെ അനേക അവസ്ഥയിൽ കഷ്ടതയ്ക്ക് നിദാനമായി മാറുന്നത്. അകന്നു പോകുന്ന മകനെ കണ്ട് മനം തപിക്കുന്ന അപ്പന്റെ ചിത്രം, അകന്നു പോകുന്ന മകനെ കണ്ട് വേദനിക്കുന്ന അമ്മയുടെ ചിത്രം നാം മനസ്സിൽ കാണുമ്പോഴാണ് ജ്ഞാനിയുടെ ഉൾക്കാഴ്ചയുടെ യഥാർത്ഥ പൊരുൾ നാം തിരിച്ചറിയുന്നത്. സമ്പത്തിന്റെ മറ്റൊരു സവിശേഷത ആ ഉപമ നമ്മുടെ മുമ്പാകെ വയ്ക്കുന്നത്, അവൻ ആ സമ്പത്ത് നാനാവിധമാക്കി കളഞ്ഞു. ദുർച്ചെലവ്, ദുർവ്യയം, ദുർജീവിതം. ഈ പ്രത്യേക ഭവനത്തെ സംബന്ധിച്ച്, ഈ പ്രത്യേക യുവാവിനെ സംബന്ധിച്ച് കഷ്ടതയിലേക്ക് വഴിതെളിച്ചു. യഹൂദ സംസ്കാരത്തിൽ പന്നികളുമായി സമ്പർക്കം നിഷിദ്ധമായിരുന്നു. എന്നാൽ പന്നികളെ മേയ്ക്കുന്ന പന്നിക്കൂട്ടിലെ ജീവിതത്തിൻ്റെ അവസ്ഥയിലേക്ക് അവൻ ചെന്നു വീഴുന്ന അനുഭവം. അവിടെ പന്നി തിന്നുന്ന വാളവരെ പോലും തിന്നുവാൻ കഴിയാതെ ഇരിക്കുന്ന ആ അവസ്ഥയാണ് ധനികന്റെ കഷ്ടത എന്ന്, മഹാധനികന്റെ കഷ്ടത എന്ന് ജ്ഞാനി പറയുന്നതിൻ്റെ ഏറ്റവും പ്രതീകാത്മകമായ രൂപത്തിൽ യേശു കർത്താവ് നമ്മോടൊരു വരച്ചു കാട്ടുന്നതായിട്ടുള്ള ചിത്രം. അവിടെ അനുതാപമുണ്ടായി, വിലാപങ്ങളുണ്ടായി, തിരികെ പോകുന്ന അവസ്ഥയുണ്ടായി, ആശ്ലേഷമുണ്ടായി, അനുരഞ്ജനമുണ്ടായി. ആ അനുരഞ്ജനത്തിൻ്റെ സന്തോഷം ആ ഭവനത്തിലുണ്ടാകുമെന്ന് കരുതി മൂത്തപുത്രന്റെ മടങ്ങിവരവിന് വേണ്ടി കാത്തിരിക്കുമ്പോൾ ദേഷ്യത്തോടെ പുറത്തു നിൽക്കുന്ന മൂത്തപുത്രൻ, അകത്തേക്ക് വന്ന് സ്വന്തം അനുജനെ കെട്ടിപ്പിടിക്കുവാൻ മടിക്കുന്ന മൂത്തപുത്രൻ, തനിക്കിനി ബാക്കിയുള്ളതും പങ്കുവയ്ക്കാനാണോ അവൻ വന്നിരിക്കുന്നതെന്നായിരിക്കാം ഒരുപക്ഷെ അവൻ്റെ ഉള്ളിലെ ചിന്ത. സന്തോഷം പെട്ടെന്ന് ആശങ്കയായി മാറുന്ന അപ്പൻ, ഈ എൻ്റെ മകൻ മരിച്ചവനായിരുന്നു, വീണ്ടും ജീവിച്ചിരിക്കുന്നു, നഷ്ടപ്പെട്ടു പോയിരുന്നു, വീണ്ടും ലഭിച്ചിരിക്കുന്നു എന്നൊക്കെ പറയുമ്പോഴും മൂത്തപുത്രന്റെ പ്രതികരണം ആ ഉപമയിൽ നാം വായിക്കുന്നില്ല എന്നത് വളരെ വളരെ ശ്രദ്ധേയമാണ്. അവിടെയാണ് സ്നേഹമുണ്ടായിരുന്നു, ക്ഷമയുണ്ടായിരുന്നു, അനുരഞ്ജനമുണ്ടായിരുന്നു. പക്ഷേ സന്തോഷത്തിൻ്റെ അവസ്ഥ ആ ആഘോഷങ്ങളുടെ മധ്യേയും കാണുവാൻ നമുക്കാകുന്നില്ല. മേൽത്തരമായ അങ്കി അവനെ ധരിപ്പിപ്പിൻ, കയ്യിൽ മോതിരമിടുവിൻ, കാലിന് ചെരുപ്പിടുവിൻ, അവന് അത്താഴമൊരുക്കുവിൻ എന്ന് പറയുമ്പോഴും ആ വീട്ടിലെ ബന്ധങ്ങളിലെ വിള്ളലുകളുടെ മനോഹരമായ അല്ലെങ്കിൽ വേദനിപ്പിക്കുന്നൊരു ചിത്രം അവിടെ നാം കാണണം. സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം അതിൻ്റെ 16-ാം വാക്യം നമുക്ക് നൽകുന്ന പാഠം സമ്പത്തിനെതിരെയുള്ള പാഠമല്ല, മറിച്ച് ദൈവഭക്തിയോടുകൂടെ സമ്പത്തിനെ എങ്ങനെ വിനിയോഗിക്കാം എന്ന വലിയ പാഠമാണ് ജ്ഞാനി പകർന്നു നൽകുന്നത്. ഒന്നുകൂടി ആ സദൃശവാക്യം ശ്രദ്ധിക്കുക. ബഹുനിക്ഷേപവും
അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവാഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നല്ലത്. ഭക്തിയും ധനവും ചേർന്നിരിക്കുന്നത്. ഭക്തി ഉള്ളിടത്ത് ധനം അല്പധനം ആയിരിക്കുമെന്ന് പറയുന്നതിന് കാരണം എന്തെന്ന് നാം ശ്രദ്ധിക്കണം. സമ്പത്ത് ദൈവത്തിൻ്റെതാണെന്ന ബോധം നമുക്കുണ്ടാകുന്നത് ദൈവഭക്തി ഉള്ളപ്പോഴാണ്. എല്ലാം ദാനമല്ലോ, ഇതൊന്നും എൻ്റേതല്ല. എല്ലാം തന്നതല്ലേ, ഇതൊന്നും എൻ്റേതല്ല എന്ന ബോധ്യം. ആ ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ നമുക്കുള്ളതിൻ്റെ ഒക്കെയും അവകാശികളെന്നല്ല, നമുക്കുള്ളവരുടെ ഒക്കെയും സൂക്ഷിപ്പുകാരൻ അല്ലെങ്കിൽ കാര്യവിചാരകൻ എന്ന ഉത്തരവാദിത്വമാണ് നമുക്കുണ്ടാകുന്നത് എന്ന് മനസ്സിലാക്കണം. ഏദൻ തോട്ടത്തിൽ ആദാമിനെയും അവയെയും സൃഷ്ടിച്ചു നിർമ്മിച്ച ദൈവം തോട്ടം സൂക്ഷിപ്പാനും ആ തോട്ടത്തെ പരിപാലിക്കുവാനും അവനെ ഏൽപ്പിച്ചതുപോലെ നമുക്കുള്ളത് സൂക്ഷിക്കുവാനും പരിപാലിക്കുവാനും വിനിയോഗിക്കുവാനും ദൈവം തന്നിരിക്കുന്ന ദാനമാണ് നമുക്കുള്ളതെല്ലാം എന്ന ബോധ്യം നമുക്കുണ്ടാകുമ്പോൾ അവിടെ ഈ സദൃശവാക്യത്തിൻ്റെ പൊരുൾ നാം മനസ്സിലാക്കുന്നു. വ്യക്തി ജീവിതങ്ങളിൽ, കുടുംബ ജീവിതങ്ങളിൽ, സഭയുടെ ജീവിതത്തിൽ പോലും, സാമൂഹിക ജീവിതത്തിൽ അഴിമതി കറ പുരളുന്ന ഒരു ലോകത്താണ് നാം ജീവിക്കുന്നത്. ആ അഴിമതി കറ പുരളുന്ന ഇടങ്ങളിലൊക്കെയും ദൈവത്തെ മറന്നുപോകുന്ന അനുഭവം, നമ്മുടേതല്ലാത്ത വിഭവങ്ങൾ സൂക്ഷിക്കുവാനും പരിചരിക്കുവാനും പരിപാലിക്കുവാനും ദൈവം നമ്മെ ഏൽപ്പിക്കുമ്പോൾ അതിൽ നിന്ന് കൈയിട്ട് വാരുന്ന, അതിൽ നിന്ന് സമ്പത്തുണ്ടാക്കുവാൻ ശ്രമിക്കുന്ന ഹീന മനുഷ്യരായി നാം മാറിപ്പോകുന്നത് എന്താണ് എന്ന് ആത്മാർത്ഥമായി നാം ചോദിക്കേണ്ടിയിരിക്കുന്നു. ദൈവഭക്തി ഉള്ളിടത്ത് നാം ഓർമ്മിപ്പിക്കപ്പെടുന്ന വളരെ ശ്രദ്ധേയമായ സന്ദേശം സമ്പത്ത് പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ്. ദൈവം നമുക്ക് നൽകുന്നതെല്ലാം പങ്കുവയ്ക്കപ്പെടാനുള്ളതാണ്. സ്വർഗസ്ഥനായ ഞങ്ങളുടെ പിതാവേ, ഞങ്ങൾക്ക് ആവശ്യമായ ആഹാരം ഇന്ന് ഞങ്ങൾക്ക് തരണമേ എന്നാണ് നമ്മുടെ പ്രാർത്ഥന. ഞങ്ങൾക്കുള്ളത് വാങ്ങിയതിന് ശേഷം ഇതെല്ലാം എൻ്റേതെന്ന് കരുതി ഞാൻ പൂഴ്ത്തിവെച്ചാൽ, 10 പേരുണ്ട്, 10 അപ്പം ലഭിച്ചു, ഒരാൾ 9 എണ്ണം എടുത്തു, 1 ഭക്ഷിച്ചു, 8 എണ്ണം ഫ്രിഡ്ജിൽ വെച്ചു. പക്ഷേ ആ 8 എണ്ണം 1 വീതം ലഭിക്കേണ്ടുന്ന 8 പേരെ പട്ടിണിയിലാക്കുന്നുവെന്ന് തിരിച്ചറിയുന്നില്ല. ദൈവഭക്തിയോടെ ഉള്ളിടത്ത് അതുകൊണ്ട് തന്നെ ധനം എപ്പോഴും അല്പധനമായിരിക്കും. കാരണം ആവശ്യത്തിലധികമുള്ളതൊക്കെ പങ്കുവെക്കുവാൻ, ആവശ്യത്തിലിരിക്കുന്നവരുമായി പങ്കുവെക്കുവാൻ, തനിക്കൊരു പക്ഷേ ആവശ്യമുള്ളത് തന്നെ പങ്കുവെക്കുവാൻ കഴിയുന്ന അവസ്ഥ. 2 കാശിട്ട വിധവയെ നോക്കി യേശു കർത്താവ് പറഞ്ഞു, അവൾ മറ്റുള്ള എല്ലാവരെക്കാളും ഭക്തിയുള്ളവർ, അവൾ ദൈവത്തിനായി കൊടുത്തിരിക്കുന്നു. കാരണം മറ്റുള്ളവർ അവരുടെ സമൃദ്ധിയിൽ ഒരു പങ്ക് കൊടുത്തപ്പോൾ ഇവൾ തനിക്കുള്ളതെല്ലാം ദൈവസന്നിധിയിൽ കൊടുത്ത് ആനന്ദവും ദൈവാംഗീകാരവും നേടുന്നു എന്നതിൻ്റെ അനുഭവം. സമ്പത്ത് അതുകൊണ്ട് തന്നെ ഉത്തരവാദബോധത്തോടുകൂടെ ഉപയോഗിക്കേണ്ടതാണ്. ദൈവഭക്തി ഉള്ളിടത്ത് സംതൃപ്തി ഉണ്ടാകുന്നു എന്ന് പറയുന്ന അവസ്ഥ പൗലോസ് അപ്പോസ്തലൻ തിമോഥെയോസിന് എഴുതുമ്പോൾ തിമോഥെയോസിനോട് പറയുന്ന ഒരു പ്രധാനപ്പെട്ട സത്യം അതാണ്. സമ്പന്നനായിരിക്കാനും ദരിദ്രനായിരിക്കാനും ഞാൻ ഒരുപോലെ പഠിച്ചിരിക്കുന്നു എന്ന യാഥാർത്ഥ്യം. ആ യാഥാർത്ഥ്യമാണ് അല്പധനം. അപ്പോസ്തലൻ കൂടാരപ്പണിക്കാരനായിരുന്നു, അത്യാവശ്യത്തിന് മാത്രം സമ്പത്ത് നേടിയ വ്യക്തി. പക്ഷേ ആ വ്യക്തി നൽകുന്നൊരു വലിയ പാഠമുണ്ട്. ജീവിതത്തിൽ എന്തൊക്കെ കൊടുങ്കാറ്റുകളുണ്ടായാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രയാസങ്ങളുണ്ടായാലും, ജീവിതത്തിൽ എന്തൊക്കെ പ്രതിസന്ധികളുണ്ടായാലും സന്തോഷത്തോടുകൂടി
സമാധാനത്തോടുകൂടി ദൈവ തിരുസന്നിധിയിൽ ജീവിക്കുവാനായിട്ട് കഴിയും. പക്ഷെ അതിനേക്കാൾ ഉപരിയായി സമ്പത്ത് എന്നത് ഈ ഭൂമിയിൽ നാം നേടുന്ന ചില കാര്യങ്ങളാണോ? കൂട്ടിവെക്കുന്ന, പൂഴ്ത്തിവെക്കുന്ന ചില കാര്യങ്ങളാണോ? നമ്മോട് മരണത്തിനപ്പുറത്തേക്ക് വരുവാൻ കഴിയാത്ത, അതിർവരമ്പുകൾക്കിപ്പുറത്ത് നിൽക്കേണ്ട, യോർദാൻ കടക്കുവാൻ കഴിയാത്ത നേട്ടങ്ങളാണോ? അല്ല സ്വർഗത്തിലെ നിക്ഷേപങ്ങളാണോ എന്ന് വളരെ ശ്രദ്ധയോടുകൂടെ ചോദിക്കുവാൻ നമുക്കാകണം. മറ്റൊരടിസ്ഥാനപരമായ പാഠം ഈ സദൃശവാക്യം നമ്മുടെ മുമ്പാകെ ഉയർത്തുന്നത്, ധനം, സമ്പത്ത് ഒരു പ്രലോഭനമാണ്. ജാഗ്രതയോടെ ആ പ്രലോഭനം നേരിടണമെങ്കിൽ ദൈവഭക്തി അത്യന്താപേക്ഷിതമാണ്. ദൈവഭയം നമുക്കുണ്ടാകുമ്പോഴാണ് സമ്പത്ത് നേരായ മാർഗത്തിലൂടെ മാത്രമേ, നൈതികമായ മാർഗത്തിലൂടെ മാത്രമേ, സത്യത്തിൻ്റെ മാർഗത്തിലൂടെ മാത്രമേ നേടാവൂ എന്ന് നാം തിരിച്ചറിയുന്നത്. ദൈവഭയം നമുക്ക് നഷ്ടപ്പെട്ടു പോകുമ്പോൾ, അന്ധകാരത്തിൻ്റെ ശക്തികൾ നമ്മെ സ്വാധീനിക്കുമ്പോൾ, ആർത്തിയുടെ പടുകുഴിയിൽ നാം വീണുപോകുമ്പോൾ, സമ്പത്ത് ഒരുപക്ഷെ ഒരുപാട് നാം നേടിയേക്കാം. പക്ഷെ ആ സമ്പത്തിനോട് ചേർന്ന് നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നത് മനഃശാന്തിയാണ്, മനസ്സമാധാനമാണ്. ആ നഷ്ടപ്പെട്ടു പോകുന്ന ഇടത്തിൻ്റെ ശൂന്യതയിലേക്ക് ഒരിക്കലും കടന്നു വരുവാൻ കഴിയാതെ ദൈവ ചൈതന്യം ആയിരിക്കുന്നു എന്ന അവസ്ഥ. അതുകൊണ്ട് തന്നെ അല്പധനമേ ഉള്ളൂ. അതിൻ്റെ പ്രതിഫലനം ദൈവഭക്തി നമുക്ക് നൽകുന്ന അനുകമ്പയാണ്, നീതിയാണ്. ആ അനുകമ്പയും നീതിയും പങ്കുവയ്ക്കുന്ന ഹൃദയവും സമ്പത്തിന് ശരിയായി വിനിയോഗിക്കുന്നതിൻ്റെ അനിവാര്യതയിലേക്ക് വിരൽ ചൂണ്ടുന്നു എന്നതും ഈ സദൃശവാക്യത്തിൻ്റെ പ്രത്യേകതയാണ്. കഷ്ടതയും ബന്ധപ്പെട്ടിരിക്കുന്നത് ഹൃദയത്തിൻ്റെ ശൂന്യതയിലാണ്. അല്പ സമ്പത്തുണ്ടെങ്കിലും ദൈവഭക്തിയുള്ളത് വളരെ അനുഗ്രഹമായ അവസ്ഥയാണ് എന്ന യാഥാർത്ഥ്യം. ഒരിക്കൽ കൂടി നമുക്ക് ആ സദൃശവാക്യം ശ്രദ്ധിക്കാം. കർത്താവേ, എൻ്റെ ജീവിതത്തിൽ ഇന്ന് ഒരിക്കൽ കൂടി ഈ സദൃശവാക്യം വായിക്കുകയും വ്യാഖ്യാനിക്കപ്പെടുകയും ചെയ്യുമ്പോൾ അവിടുന്ന് നൽകുവാനിരിക്കുന്ന സന്ദേശം എന്ത് എന്ന് ഹൃദയം തുറന്ന് ആത്മാർത്ഥമായി ചോദിപ്പാൻ, ദൈവശബ്ദത്തോട് പ്രതികരിപ്പാൻ ദൈവം നമ്മെ സഹായിക്കട്ടെ എന്ന പ്രാർത്ഥനയോടെ സദൃശവാക്യങ്ങൾ 15-ാം അധ്യായം 16-ാം വാക്യം. ബഹു നിക്ഷേപവും അതിനോടുകൂടെ കഷ്ടതയും ഉള്ളതിനേക്കാൾ യഹോവഭക്തിയോടുകൂടെ അല്പധനം ഉള്ളത് നല്ലത്. ദൈവം ഈ തിരുവചനത്തിൻ്റെ വ്യാഖ്യാനത്താൽ, വായനയാൽ നിങ്ങളെ ഓരോരുത്തരെയും അനുഗ്രഹിക്കുമാറാകട്ടെ. ആമേൻ.